വെൽക്കം ബാക്ക് ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെറ്റൽ എന്ന ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് റിവിഷനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം പരീക്ഷയ്ക്കില്ലെന്നാണ് പൊതുവിൽ പറയുന്നത്. കോൺസെൻട്രേഷൻ വരെയുള്ള ഭാഗങ്ങളാണ് കാണുമെന്നാണ് നമ്മുടെ സിലബസിലായിട്ട് കണ്ടത്. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. മെറ്റൽ എന്ന ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഈ ബാക്കി യൂസും കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോണോറസ് ആണ്. എന്ന് വെച്ചാൽ തട്ടുമ്പോൾ സൗണ്ട് കേൾക്കും, മാലിയബിൾ ആണ്, ഷീറ്റായിട്ട് അടിച്ചു പരത്താൻ പറ്റും, ഡക്റ്റൈലാണ്, നൂല് പോലെ വലിച്ച് നീട്ടാൻ സാധിക്കും, അതിന് കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും കണ്ടക്ട് ചെയ്യും, ഹാർഡാണ്. ഈ മെറ്റൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നേച്ചറിൽ കാണുന്ന രൂപം എന്താണ്? നമ്മുടെ പ്രകൃതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വസ്തുക്കൾ നാച്ചുറലി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നേച്ചറിൽ സ്വന്തമായിട്ട് ഫോം ചെയ്യുന്ന ഒരേപോലത്തെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്ന വസ്തുക്കളെ പൊതുവിൽ വിളിക്കുന്ന പേര് മിനറലുകൾ എന്നാണ്. അതിൽ മെറ്റലും വരും, നോൺ മെറ്റലും വരും, അതുപോലെയുള്ള എല്ലാ വസ്തുക്കളും വരും. അപ്പോൾ നമുക്കിവിടെ മെറ്റൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മെറ്റലും നോൺ മെറ്റലും ആയിട്ടുള്ള എല്ലാ കോമ്പൗണ്ടും നാച്ചുറലി ഒക്കർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് മിനറൽ എന്നാണ്. അപ്പോൾ മിനറലുകൾക്കകത്ത് അല്ലെങ്കിൽ മിനറലുകളിൽ മെറ്റലും ഉണ്ട്. റിയാക്റ്റീവായ മെറ്റലുകൾ, നോൺ റിയാക്റ്റീവായ മെറ്റലുകൾ, അല്ലെങ്കിൽ മോഡറേറ്റ്ലി റിയാക്റ്റീവായിട്ട് ഇങ്ങനെ മെറ്റലുകൾ 3 തരത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഈ നോൺ റിയാക്റ്റീവായിട്ടുള്ള സ്വർണം, പ്ലാറ്റിനം, മെർക്കുറി, അതുപോലെ സിൽവർ പോലെയുള്ളവയൊക്കെ നമുക്ക് പ്രകൃതിയിൽ തന്നെ എന്തായിട്ട് കാണും, ഫ്രീ സ്റ്റേറ്റ് കാണാനായിട്ട് പറ്റും. എന്നാൽ റിയാക്റ്റീവായ മെറ്റലുകൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് മെറ്റൽ കിട്ടുന്നത്. ഇവിടെ കണ്ടോ, ബോക്സൈറ്റ്, കോപ്പർ പൈറൈറ്റ്, ഹാമറ്റേറ്റ്, കലാമിൻ പോലെയുള്ള പല ഫോമിൽ കാണും മെറ്റലുകൾ. അപ്പോൾ മെറ്റലുകളായാലും നോൺ മെറ്റലുകളായാലും നേച്ചറിൽ സ്വന്തമായി പ്രകൃതിയിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ പ്രധാനമായിട്ട് വിളിക്കുന്ന പേര് മിനറൽ എന്നാണ്. അതിൽ മെറ്റാലിക്കും നോൺ മെറ്റാലിക്കും ഉണ്ട്. ഇത് പഠിച്ചോളൂ. ഇനി ഈ പറയുന്ന മിനറലുകളിൽ മെറ്റലുകളുണ്ട്. ആ മെറ്റലുകൾ മറ്റുള്ളവരുമായിട്ട് ചേർന്നിരിക്കുന്ന ഫോമിലായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെറ്റൽ തന്നെ പല ഫോമിൽ നമ്മുടെ പ്രകൃതിയിൽ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് അലൂമിനിയം എന്ന് പറയുന്നത് ക്ലേയുടെ രൂപത്തിൽ കിട്ടാറുണ്ട്, ബോക്സൈറ്റിൻ്റെ രൂപത്തിൽ കിട്ടാറുണ്ട്, ക്രയോലൈറ്റിൻ്റെ രൂപത്തിലും കിട്ടാറുണ്ട്. അപ്പോൾ ക്ലേയും ബോക്സൈറ്റും ക്രയോലൈറ്റും എന്താണ്, ഈ പറയുന്ന മിനറലുകൾ കാണുന്ന അല്ലെങ്കിൽ മെറ്റലുകൾ കാണുന്ന എന്താണ്, ഈ പറയുന്ന രൂപങ്ങളാണ്. ഓക്കെ. എന്നാൽ ഈ പറയുന്നവയിൽ നിന്ന് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വേണം. എന്തൊക്കെയായിരിക്കണം? ഒന്ന്, നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നമുക്ക് പണച്ചിലവ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ, ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആരാണോ അതാണ് ഏറ്റവും നല്ല ഓർ എന്ന് പറയുന്നത്. അതായത് അബണ്ടൻസ് ഉണ്ടാകണം, എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഈസി ആയിരിക്കണം, മെറ്റൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ മെറ്റലിൻ്റെ ഈ പറയുന്ന കോമ്പൗണ്ടിനെ എന്തെന്ന് വിളിക്കും? ഓർ ഓഫ് ദ മെറ്റൽ എന്ന് വിളിക്കും. അപ്പോൾ ഏതൊരു മിനറലിൽ നിന്നാണോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബോക്സൈറ്റ്, ക്ലേ, അലൂമിനിയം എല്ലാം മിനറലാണ്. അപ്പോൾ ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് മെറ്റൽ ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ ആ മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത്. ആ മെറ്റലിന് എന്തെന്ന് പറയുന്നത്? ഓർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മെറ്റൽ നല്ല രീതിയിൽ കാണുന്നു, അത് നമുക്ക് ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, പൈസ ലാഭത്തിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഓർ എന്ന് വിളിക്കൂ. അതായത് അലൂമിനിയത്തിൻ്റെ ഓർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബോക്സൈറ്റ് എന്ന് പറയണം. ക്ലേ അലൂമിനിയത്തിൻ്റെ ഓറായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല. അലൂമിനിയം അടങ്ങിയിട്ടുള്ള ഒരു മിനറൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ക്ലേ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? എക്സ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓർ എന്താണെന്നുള്ളതാണ് നമുക്കിവിടുന്ന് അറിയണം, ചോദിക്കും. മിനറൽ എന്താണെന്നുള്ളത് ചോദിക്കും. രണ്ടും അറിയാമല്ലോ. നമ്മുടെ പ്രകൃതിയിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ മിനറൽ എന്ന് വിളിക്കുന്നത്. അതിൽ മെറ്റാലിക്കും നോൺ മെറ്റാലിക്കും വരും. അങ്ങനെ മെറ്റൽ അടങ്ങിയിട്ടുള്ള മിനറലുകളെ എപ്പോഴാണ് നമ്മൾ ഓർ എന്ന് വിളിക്കുന്നത്? ഓർ എന്ന് വിളിക്കണമെങ്കിൽ ആ മെറ്റൽ ആ പറയുന്ന മിനറലിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ. അപ്പോഴേ നമുക്കത് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ഓർ ഓഫ് ദ മിനറൽ എന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടീഷൻ അബണ്ടൻസ് ഉണ്ടായിരിക്കണം, ഈസി ഓഫ് എക്സ്ട്രാക്ഷൻ ആയിരിക്കണം, ഹൈ മെറ്റൽ കണ്ടന്റ് ആയിരിക്കണം, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് മെറ്റലുകളും അവരുടെ ഓറും പഠിച്ചു വയ്ക്കണം, ചോദിക്കും. അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റ് ആണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ബോക്സ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റ് എന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. കെമിക്കൽ ഫോർമുല പഠിച്ചു തന്നെ വെക്കണം, Al2O3 H2O. ഇരുമ്പിൻ്റേത് നമുക്കറിയാം, ഇരുമ്പ് കൊണ്ടാണ് നമ്മൾ ഹാമർ ഉണ്ടാക്കുന്നത്. ഹാമർ കാന്തം ഒട്ടും. അപ്പോൾ ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ ഓറുകളാണ്. Fe2O3 Fe3O4. കോപ്പറിൻ്റെതാണെങ്കിൽ പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. കോപ്പർ പൈറൈറ്റ് അഥവാ CuFeS2, കോപ്പർ ഗ്ലാൻസ് അഥവാ Cu2S, കുപ്രൈറ്റ് അഥവാ Cu2O. മൂന്നിലും കോപ്പർ ഉള്ളതുകൊണ്ട് പേര് ഓർത്ത് വയ്ക്കാം, ഫോർമുല എഴുതി തന്നെ പഠിക്കണം. സിങ്കിൻ്റെതാണെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, സിങ്ക് ഉള്ളതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. പിന്നെ ഉള്ളത് കലാമിനാണ്, ആലോചിച്ചാൽ മതി.
നമ്മൾ ഈ സിങ്ക് എന്ന് പറയുന്ന വാഷ് ബേസിൻ സിങ്ക് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിൽ കൊണ്ട് നമ്മൾ സാധനങ്ങൾ കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സിങ്കിൻ്റെ കലാമിൻ ഓർത്ത് വയ്ക്കുക. സിങ്ക് ബ്ലെൻഡ് ആണെങ്കിൽ ZnS, സിങ്ക് കലാമിൻ ആണെങ്കിൽ എന്താണ് Zn CO3 സിങ്ക് കാർബണേറ്റ്. ടിൻ ആണെങ്കിൽ ടിൻ സ്റ്റോൺ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ വരുന്നതാണ് എന്ത് കസിട്രേറ്റ് എന്ന് പറയുന്നത്, SnO2 ആണ് വരുന്നത്. സംഭവം സിമ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിലോ വൺ വേർഡിലോ ഇവിടുന്നൊരു ചോദ്യം നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് മറക്കാതെ പഠിച്ചിട്ട് വേണം പോകാൻ. എന്താണ് മിനറൽ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം. എന്താണ് ഓർ എന്ന് നിങ്ങൾക്ക് അറിയാം. പ്രധാനപ്പെട്ട മെറ്റലുകളുടെ ഓർ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പ്രകൃതിയിൽ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന മെറ്റൽസ് വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ കമ്പൈൻഡ് ഫോമിലാണ് കാണുന്നത്. അപ്പോൾ അവർ നമ്മൾ എങ്ങനെ മെറ്റലാക്കി പുറത്തെടുക്കും? അപ്പോൾ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് 3 പ്രോസസ്സിലാണ് നടക്കുന്നത്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, 2 എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ, 3 റിഫൈനിങ് ഓഫ് ദ മെറ്റൽ എന്നിങ്ങനെ 3 സ്റ്റേജസിലാണ് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിലാദ്യം പഠിക്കുന്ന പോയിൻ്റാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ? ഭൂമിയിൽ മണ്ണിൽ നിന്ന് എടുക്കുന്ന ഈ പറയുന്ന മെറ്റലുകളിൽ ഒരുപാട് എർത്തലി ഇമ്പ്യൂരിറ്റീസ് കാണും. എന്ന് വെച്ചാൽ മണ്ണ്, മണൽ, ചെളിയൊക്കെ കാണും. ഇതിനെയൊക്കെ എടുത്ത് കഴുകി മിനുക്കി കുട്ടപ്പനാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ മെറ്റൽ കണ്ടന്റ് ഓഫ് ദ ഓർ ബൈ റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റി. ഒന്നും കൂടെ, എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് ദ മെറ്റൽ കണ്ടന്റ് കൂട്ടുക. അതായത് നമ്മളിപ്പോൾ 1 കിലോ ഓഫ് ദ മിനറൽ എടുത്താൽ അതിൽ ചിലപ്പോൾ ഒരു 1/2 കിലോ 1/4 കിലോ മാത്രമേ മെറ്റൽ കാണുള്ളൂ, ബാക്കിയൊക്കെ ചെളിയല്ലേ. അപ്പോൾ നമ്മൾ അതിനെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്ന ആ പറയുന്ന സാധനം ചുരുങ്ങിയില്ലേ. അപ്പോൾ ചുരുങ്ങി കഴിയുമ്പോൾ നമ്മൾ മെറ്റൽ മാത്രം നമുക്ക് എടുത്ത് കൊണ്ടുപോകൂടെ. അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ മെറ്റൽ കണ്ടന്റ്. എങ്ങനെ? ബൈ റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റി. അപ്പോൾ അങ്ങനെ ഇതിൽ കാണുന്ന എർത്തലി ഇമ്പ്യൂരിറ്റീസിന് മൊത്തത്തിൽ നമ്മൾ ഗേജ് എന്നാണ് വിളിക്കുന്നത്. ഗെയിഞ്ച് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗെയിഞ്ച് എന്ന് വിളിക്കും. ഗേജ് എന്നോ ഒക്കെ പറയും. എനിക്ക് എപ്പോഴും ഇതിൻ്റെ ഉച്ചാരണം കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ 3-4 എണ്ണമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് പിടിയിട്ട് കാണുമല്ലോ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ എങ്ങനെ നമുക്കിത് റിമൂവ് ചെയ്യാം? ഏത് ടൈപ്പ് മെറ്റലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓറാണ് എന്നതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പല മെത്തേഡിലൂടെയാണ് നമ്മളതിനെ റിമൂവ് ചെയ്യുന്നത്. ഏതൊക്കെ വരും? ഒന്നാണ് നമ്മുടെ ലെവിഗേഷൻ. എന്താണ്? ലെവിഗേഷൻ. രണ്ടാമത്തേതാണ് നമ്മുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മൂന്നാമത്തേതാണ് നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷൻ. നാലാമത്തേതാണ് ലീച്ചിങ്. അപ്പോൾ 4 മെത്തേഡുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന മെറ്റലിനകത്ത് മെറ്റലിനോടൊപ്പം തന്നെ മറ്റ് എർത്തലി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അതിനെ കഴുകി മാറ്റുന്ന പ്രോസസ്സ് കോൺസെൻട്രേഷൻ. അപ്പോൾ എന്ത് പറ്റും? കണ്ടന്റ് അല്ലേ, മെറ്റൽ കണ്ടന്റ് കൂടുകയാണ്. അപ്പോൾ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ഗെയിഞ്ച് എന്ന ഇമ്പ്യൂരിറ്റിയെ റിമൂവ് ചെയ്തുകൊണ്ട് മെറ്റൽ കണ്ടന്റ് കൂട്ടുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ. 4 മെത്തേഡാണ് കോൺസെൻട്രേഷനിലുള്ളത്: ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. അപ്പോൾ ലെവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രോത്ത് ഫ്ലോട്ടേഷനും നമുക്ക് രണ്ടും ഓർത്ത് വയ്ക്കുക എളുപ്പമാണ്. ലെവിഗേഷനകത്താണെങ്കിൽ നമ്മുടെ മെറ്റലുണ്ടല്ലോ, മെറ്റലിൻ്റെ ഡെൻസിറ്റി കൂടുതൽ, ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കുറവ്. ഫ്രോത്ത് ഫ്ലോട്ടേഷന് തിരിച്ച് മെറ്റലിൻ്റെ ഡെൻസിറ്റി കുറവ്, ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കൂടുതൽ. മാഗ്നറ്റിക് സെപ്പറേഷൻ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അല്ലേ. മാഗ്നറ്റിക് ആയിട്ടുള്ള ആളെ നമുക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മാഗ്നറ്റിക് അല്ലാത്ത ആളെ മാറ്റാൻ പറ്റും. ലീച്ചിങ് എന്ന് പറയുമ്പോൾ ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലിയിച്ചെടുക്കുന്ന പരിപാടിയാണ്. ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന പരിപാടിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഓരോന്നും വ്യക്തമായിട്ട് നോക്കാം. ലെവിഗേഷനിൽ ഞാൻ പറഞ്ഞു എന്താണ്? ഓറിൻ്റെ ഡെൻസിറ്റി കൂടുതലും ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കുറവും. അരി കഴുകുന്ന ആലോചിച്ചാൽ മതി. അരി അല്ലെങ്കിൽ ഗോതമ്പ് നമ്മളെടുത്ത് വെള്ളത്തിലിട്ട് കഴുകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട സാധനം അരി അല്ലെങ്കിൽ ഗോതമ്പല്ലേ, അതെന്ത് പറ്റും? താഴേക്ക് സെറ്റിലാകും. അതിനകത്ത് ഉള്ള ഈ പറയുന്ന വേസ്റ്റ് സാധനങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇവിടെ അതുപോലെ തന്നെ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെ, വെള്ളത്തിൽ കഴുകുമ്പോൾ എന്ത് പറ്റും? ഡെൻസിറ്റി കൂടുതലായിട്ടുള്ള നമ്മുടെ മെറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഓറ് എന്ത് പറ്റും? താഴേക്ക് പോകും. ഓക്കെ, സോ ദ ഓർ പൗഡർ ഈസ് വാഷ്ഡ് ഇൻ എ സ്ട്രീം ഓഫ് വാട്ടർ. വെള്ളത്തിൽ നമ്മൾ കഴുകുന്ന സമയത്ത് എന്ത് പറ്റും? ലെസ് ഡെൻസിറ്റി ഉള്ള ഗേജ് ഫ്ലോട്ട് ചെയ്യും, അതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കളയാൻ പറ്റും. മോർ ഡെൻസിറ്റി ഉള്ള ആൾ ബോട്ടത്തിൽ വന്ന് റിമൈൻ ചെയ്യും, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓക്സൈഡ് ഓറുകൾ, അതായത് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ഓക്സൈഡ് ഓറുകളാണ് നമ്മളിവിടെ നിന്ന് മാറ്റുന്നത്. അപ്പോൾ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെവിഗേഷനിലൂടെ മാറ്റുന്നത് എന്താണ്? ഓക്സൈഡിൻ്റെ ഓറുകളാണ്, അല്ലെങ്കിൽ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഓറുകളാണ്. രണ്ടാമത് വരുന്നതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? നമ്മൾ പതപ്പിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ പൊടിച്ച മെറ്റലിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഓറും പൈൻ ഓയിലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു സ്റ്റിറർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇളക്കും. അപ്പോൾ എന്ത് പറ്റും?
പതയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓറിൻ്റെ ഡെൻസിറ്റി ഞാൻ പറഞ്ഞു കുറവാണ്, ഗെയിജിൻ്റെ ഡെൻസിറ്റിയാണ് കൂടുതൽ. അപ്പോൾ ഗെയ്ജ് എന്ന് പറയുന്ന വേണ്ടാത്ത സാധനം താഴെ വന്ന് കിടക്കുകയും ഈ പറയുന്ന വേണ്ട മെറ്റൽ ഈ പതയോടൊപ്പം മുകളിലേക്ക് ഫ്രോത്ത് അഥവാ പതയായി പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ മെറ്റൽ കിട്ടി. സോ എന്ത് പറ്റും? പൗഡേർഡ് ഓർ ഈസ് ആഡഡ് ടു എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് പൈൻ ഓയിൽ and is stirred in a strong current of air. The ore particles stick to the froth formed and float. Ore particles ഫ്രോത്തിനോടൊപ്പം മുകളിലേക്ക് വരും. It is removed and then the ore is separated and dried. സൾഫൈഡ് ഓറുകളാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ സർഫ് ഇട്ട് പതപ്പിക്കുക എന്ന് ഞാൻ പഠിപ്പിച്ചപ്പോഴും കോഡ് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനോട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് സൾഫൈഡിൻ്റെ ഓറുകളാണ് അല്ലേ. അപ്പോൾ സർഫ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, സർഫ് വാഷിംഗ് പൗഡർ ഇട്ട് പതപ്പിക്കുന്നു എന്ന് ആലോചിച്ചാൽ കിട്ടും ഇത്. മൂന്നാമത് വരുന്നതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോൾ കാന്തത്തിന് അട്രാക്റ്റ് ചെയ്യുമോ ഇല്ലേ? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓറിനെ പൊടിച്ചിട്ട് ഒരു മാഗ്നറ്റിക് റോളറിൻ്റെ മുകളിൽ കൂടി വിടും. ഇതൊരു കൺവെയർ ബെൽറ്റ്, ഇത് മാഗ്നറ്റിക് റോളറാണ്. കാന്തത്തിൽ ഒട്ടുന്ന വസ്തുവാണെങ്കിൽ അത് ഇവിടെ വന്ന് വീഴും. കാന്തത്തിൽ ഒട്ടാത്ത നോൺ മാഗ്നറ്റിക് ആണെങ്കിൽ അത് ഇവിടെ വന്ന് വീഴും. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ഉദാഹരണത്തിന് നമ്മൾ മാഗ്നറ്റൈറ്റ് ആണ് നമ്മൾ ഇതിലൂടെ കടത്തിവിടുന്നതെങ്കിൽ, മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നൊരു ഓറാണെന്നറിയാമല്ലോ, എങ്കിൽ നമ്മുടെ ആവശ്യമുള്ള മിനറൽ അല്ലെങ്കിൽ ഓറ് ഇവിടെ വന്ന് കിട്ടും, ഇമ്പ്യൂരിറ്റി ഇവിടെയും കിട്ടും. കാരണം മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെതാണ്, ഇരുമ്പ് കാന്തത്തിൽ അട്രാക്റ്റ് ചെയ്യും. ഇനി ഇതിന് പകരം ഇവിടെ നമ്മൾ ടിൻ സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ടിൻ സ്റ്റോൺ അറിയാമല്ലോ, ടിന്നിൻ്റെ ഓറ്, ടിൻ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഓറ് കിട്ടുന്നത് ഇവിടെ നിന്നായിരിക്കും, നമ്മുടെ ഗേജ് കിട്ടുന്നത് ഇവിടെ നിന്നായിരിക്കും. കാരണം ടിൻ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ടിൻ എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് ആണ്, അപ്പോൾ അതിവിടെ കിട്ടും, നമുക്ക് ആവശ്യമുള്ളതാണ്. അതിൻ്റെ കൂടെ വരുന്ന അയണും ടങ്സ്റ്റനും ആണ് ഗേജ്, അതെവിടെ കിട്ടും, ഇവിടെയും കിട്ടും. അപ്പോൾ മെറ്റൽ ഏതെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവോ ഇല്ലെന്ന് നോക്കിയിട്ട് രണ്ട് രീതിയിലും സെപ്പറേറ്റ് ആക്കാം. പരിപാടി ഇത്രയേ ഉള്ളൂ. എന്താണ്? വെൻ the powdered ore is passed through a magnetic roller, either the ore or the impurity, ore അല്ലെങ്കിൽ ഏതാണ് ഇമ്പ്യൂരിറ്റി, അതിൽ ആർക്കാണോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് അയാൾ ഇവിടെ വരും, അല്ലാത്ത ആൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പോൾ എക്സാമ്പിളാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, പഠിച്ചോളണം. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ കിട്ടും, ഇമ്പ്യൂരിറ്റി ഇവിടെ കിട്ടും. ടിൻ സ്റ്റോൺ ആണെങ്കിൽ എന്ത് പറ്റും, ടിൻ സ്റ്റോൺ നമുക്ക് നോൺ മാഗ്നറ്റിക് ആയിട്ട് ഇവിടെ കിട്ടും, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ പറയുന്ന ഗേജ് ആയിട്ടുള്ള ടങ്സ്റ്റനും അയണും നമുക്ക് മാറിയും കിട്ടും. നാലാമത്തെ മെത്തേഡ് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സോൾവെൻറ്റിൽ അലിയിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പൗഡേർഡ് ഓറിനെ ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ അലിയിക്കുമ്പോഴത്തേക്കും ഓറ് മാത്രം ഡിസോൾവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുക, പഞ്ചസാരയിൽ കുറച്ച് അരി വീണു എന്ന് വിചാരിക്കുക. നിങ്ങൾ പഞ്ചസാര എടുത്ത് വെച്ചപ്പോൾ അതിനകത്ത് കുറച്ച് അരി വീണു. നിങ്ങളതെങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരിയെ മാറ്റിയെടുക്കണോ അല്ലെങ്കിൽ പഞ്ചസാര മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ആ പഞ്ചസാരയും ഈ പറഞ്ഞ അരിയും കൂടി വെള്ളത്തിലിട്ട് കലക്കിയാൽ പോരെ. നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ അരിഞ്ഞ് മാറും, അരിയെ മാറ്റി കിട്ടും. ഇനിയിപ്പോൾ അരിയാണ് ആവശ്യം അല്ല പഞ്ചസാരയാണ് ആവശ്യമെങ്കിൽ അതിനൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പറ്റിയിട്ട് പഞ്ചസാര തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇയാൾക്ക് ഒരു കുഴപ്പമുണ്ടോ? ചുമ്മാ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ഇതങ്ങനെ ചെയ്തൊന്നും നോക്കണ്ട. അപ്പോൾ എന്താണ്, നമ്മൾ സ്യൂട്ടബിൾ സോൾവെൻ്റ് എടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഓറ് ഡിസോൾവ് ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ വഴി സൊല്യൂഷനായിട്ട് മാറും. ഗേജ് എന്ന് പറയുന്നത് ഇൻസോല്യൂബിളായി അവിടെ തന്നെ കിടക്കും, നമുക്കത് ഫിൽറ്റർ ചെയ്ത് കളയാൻ പറ്റും. ഇതാണ് ലീച്ചിങ്. നമ്മൾ നേരത്തെ പഠിച്ച അലൂമിനിയത്തിൻ്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെത്തേഡ് പഠിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഉദാഹരണങ്ങളും കൂടി പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഇനി പറഞ്ഞു നമ്മുടെ ഗോൾഡ് സിൽവറൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നേച്ചറിൽ കിട്ടും. ഓക്കെ, ദ ഓർ ഓഫ് ദ മെറ്റൽസ് ആർ ലീച്ച്ഡ് വൈൽ വിത്ത് എ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ടു എക്സ്ട്രാക്ട് മെറ്റൽ. അതായത് ഈ പറയുന്ന ഗോൾഡും സിൽവറും ഓൾമോസ്റ്റ് പ്യൂറായിട്ട് കിട്ടുമെങ്കിൽ ചിലപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് വെച്ച് ലീച്ച് ചെയ്യാം, സോഡിയം സയനൈഡോ പൊട്ടാസ്യം സയനൈഡോ വെച്ച് ലീച്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെറിയ പോയിൻ്റായിട്ട് കിടക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കാതെ വിടും, പക്ഷേ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഗോൾഡ് സിൽവറും നേച്ചുറൽ കാണും, എങ്കിലും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ലീച്ചിങ് വെച്ച് നമുക്ക് മാറ്റാൻ പറ്റും. സോഡിയം സയനൈഡോ പൊട്ടാസ്യം സയനൈഡോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ പറയുന്ന ഗോൾഡ് സിൽവറൊക്കെ വരുമ്പോഴത്തേക്കും സയനൈഡുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗോൾഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ സയനൈഡ് ഉണ്ടാകുന്നത്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. സ്വർണ്ണം പണി ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ സയനൈഡ് ഉണ്ടാകും, പൊട്ടാസ്യം സയനൈഡോ അല്ലെങ്കിൽ എന്താണ് സോഡിയം സയനൈഡ്. ഇതിൽ പൊട്ടാസ്യം സയനൈഡ് അറിയാമല്ലോ, വിഷമാണ്, കഴിച്ചാൽ മരിച്ചു പോകാൾ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇമ്പ്യൂരിറ്റീസും ഓറിൻ്റെയും ഒരു ബാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ ടേബിളോ ചോദ്യം 100% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്സാമ്പിൾസ് വിട്ടു പോകരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ജോലി എന്താണ്, എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ മെറ്റലിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ആദ്യം മെറ്റലിനെ പറ്റി വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. മെറ്റലുകളെ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൂന്നായിട്ട് തിരിക്കാം അല്ലേ? ഹൈലി റിയാക്റ്റീവ്, മോഡറേറ്റ്ലി റിയാക്റ്റീവ്, ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് മൂന്നായിട്ട് തിരിക്കാം. ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ ഹൈലി റിയാക്റ്റീവ് ആയ ആളെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇലക്ട്രോളിസിസ് വഴിയാണ് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയ ആളെ നമുക്ക് 2 മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അവർ എന്തായിട്ട് മാറ്റും, ഓക്സൈഡാക്കി മാറ്റും. അടുത്ത് നമ്മൾ അവർ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ അവർ ഓക്സൈഡാക്കി മാറ്റും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. ഓക്സൈഡാക്കി മാറ്റാൻ 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് കാൽസിനേഷനും മറ്റൊന്ന് റോസ്റ്റിംഗ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. കാൽസിനേഷനും മറ്റൊന്ന് റോസ്റ്റിംഗ്. ഓക്സിജൻ അടങ്ങിയിട്ട് ഉള്ള ഒരു ഓറാണെങ്കിൽ അതിനെ നമ്മൾ കാൽസിനേഷൻ വഴിയായിരിക്കും മാറ്റുന്നത്. കാരണം കാൽസിനേഷനിൽ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിലല്ല ചൂടാക്കുന്നത്. എന്നാൽ ഓക്സിജൻ ഇല്ലാത്ത സൾഫൈഡിൻ്റെ കോറാണെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിലായിരിക്കും ചൂടാക്കുന്നത്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യും. അതായത് ഓക്സിജൻ റിമൂവ് ചെയ്യാമെന്നാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മീനിങ്ങും കൂടെ ഉണ്ട്. അങ്ങനെ ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, സാധനം കിട്ടും. ഇനി ലീസ്റ്റ് റിയാക്റ്റീവ് ആണെങ്കിൽ പേടിക്കേണ്ട, നമ്മളതിനെ കൺട്രോൾഡ് ഹീറ്റിംഗ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ തന്നെ മതി, നമുക്ക് സാധനം കിട്ടും. നമ്മൾ എന്ത് ഉപയോഗിക്കും, കൺട്രോൾഡ് ഹീറ്റിംഗ് വെച്ച് ഉപയോഗിക്കും. സോ കണ്ടന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എക്സാമ്പിൾസ് പഠിച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. അതിൽ ഗോൾഡും സിൽവറിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഗോൾഡും സിൽവറിൻ്റെയും ഒരു നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വെച്ചാൽ അത് ഒരു നാച്ചുറലി എന്താണ് നേരെയാണ് കിട്ടുന്നത്. മെർക്കുറി മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ കണ്ടോ, മെർക്കുറി ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ബൈ ദ ഓർ ബൈ കൺട്രോൾഡ് ഹീറ്റ്. അതായത് മെർക്കുറിയുടെ ഓറിൻ്റെ പേരാണ് സിനബാർ. അതിൽ മെർക്കുറി സൾഫൈഡ് ആണ് ഉള്ളത്. നമ്മളതിനെ ചൂടാക്കുമ്പോൾ അത് ആദ്യം ഓക്സൈഡായിട്ട് മാറും. ഒന്നും കൂടെ ചൂടാക്കുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെട്ട് നമുക്ക് മെർക്കുറി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൺട്രോൾഡ് ഹീറ്റിങ്ങിലൂടെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. എന്നാൽ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ളവ ആരൊക്കെയെന്നൊന്ന് നോക്കി വെച്ചോളണം. സിങ്ക്, അയൺ. ഓക്കെ, സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഇവർ പല രീതിയിലായിരിക്കും. ഇവരവരുടെ കാർബണേറ്റുകളായിരിക്കാം, സൾഫൈഡുകളായിട്ടും ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പ്രധാനമായിട്ടും ഓക്സിജൻ അടങ്ങിയിട്ടുള്ളവരും ഓക്സിജൻ ഇല്ലാത്തവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളവരെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ 2 മെത്തേഡുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് അവരെ ഓക്സൈഡാക്കി മാറ്റുക. രണ്ടാമത്തെ മെത്തേഡ് ഓക്സിജൻ മാറ്റാനായിട്ട് അവർ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഓക്സൈഡാക്കി മാറ്റാം, അതിന് നമ്മൾ നോക്കണം ഈ പറയുന്ന ആളിൽ ഓക്സിജൻ ഉണ്ടോ ഇല്ലേ എന്ന്. ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കണം. അതിൻ്റെ പേര് കാൽസിനേഷൻ. ഹീറ്റിംഗ് ഓഫ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓർ ദ ആബ്സെൻസ് ഓഫ് എയർ. എയർ ഇല്ലാതെ ചൂടാക്കും, പക്ഷേ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റിന് താഴെ ആയിരിക്കും എന്ന് ആലോചിച്ചോളണം. അപ്പോൾ എന്ത് പറ്റും, ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കുമ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് എന്ത് പറ്റും, നഷ്ടപ്പെടും. അപ്പോൾ CaCO3 നമ്മൾ ഹീറ്റ് ചെയ്തു, എന്ത് പറ്റും, അത് CaO അതായത് കാൽഷ്യത്തിൻ്റെ ഓക്സൈഡ് ആയല്ലോ, പ്ലസ് CO2 ഗ്യാസ് ആയല്ലോ. സിങ്ക് കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ എന്തായി, സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് പോയല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി, ഓക്സൈഡ് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കണം, ഓക്സിജൻ അടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മാറ്റുന്നത് കാൽസിനേഷനിലൂടെയാണ്. ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് കാൽസിനേഷൻ. അപ്പോൾ മെറ്റൽ കാർബണേറ്റുകളായാലും ശരി, ഹൈഡ്രോക്സൈഡ് ആയാലും ശരി, അതിനകത്ത് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ നമ്മളവർ ഓക്സൈഡാക്കി മാറ്റുന്നത് വീണ്ടും ഓക്സിജൻ ഇട്ട് ചൂടാക്കിയാൽ പറ്റത്തില്ല. അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കും, അതിൻ്റെ പേരാണ് കാൽസിനേഷൻ. അടുത്ത കാൽസിനേഷൻ സെറ്റ് ആയല്ലോ. ഇനി ഓക്സിജൻ ഇല്ലാത്തവർ, ഫോർ എക്സാമ്പിൾ സൾഫൈഡിൻ്റെ ഓറുകൾ. ഓക്കെ, നമ്മൾ എന്തിനു ചൂടാക്കും, നമ്മളതിനെ എന്ത് പറ്റും, ഓക്സിജൻ്റെ പ്രസൻസിൽ ബിലോ മെൽറ്റിംഗ് പോയിന്റിൽ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓക്സൈഡ് കിട്ടും. സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ്. കണ്ടോ, ഇവിടെ ഓക്സിജൻ ഇല്ലല്ലോ. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്തവർ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ എന്ത് പറ്റും, സിങ്ക് ഓക്സൈഡായിട്ട് മാറും. പ്ലസ് എന്താണ്, സൾഫർ ഡൈ ഓക്സൈഡ് കിട്ടും. ഇത് ഗ്യാസായിട്ട് പൊക്കോളും. കണ്ടോ, ഗ്യാസാണ്. ലെഡ് സൾഫൈഡിനകത്ത് കണ്ടോ, ഓക്സിജനായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെഡ് കിട്ടും, സൾഫൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറ്റും, ഓക്സിജൻ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കാൽസിനേഷൻ, ഓക്സിജൻ ഇല്ലാത്ത സൾഫൈഡ് ഓറാണെങ്കിൽ നമ്മളതിനെ റോസ്റ്റിങ്ങിലൂടെ ആയിരിക്കും ഓക്സൈഡാക്കി മാറ്റുന്നത്. നമ്മളതിനെ വീണ്ടും ചൂടാക്കുമ്പോൾ വാട്ടർ കണ്ടൻറ്റൊക്കെ നഷ്ടപ്പെടും. ഇനി അവർ റെഡ്യൂസ് ചെയ്യാൻ ഒറ്റ സാധനമേ ഉള്ളൂ, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കുക. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് കോക്കാണ്. അതായത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പ്, അഥവാ കാർബൺ തന്നെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമ്മൾ വെച്ച് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. കണ്ടോ, സിങ്ക് ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്തു, കാർബണുമായിട്ട് ചേർത്തപ്പോൾ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന് സിങ്കിനേക്കാളും ഇഷ്ടം കാർബണാണ്. ഓക്കെ, കാർബൺ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, റിയാക്റ്റീവ് മെറ്റൽസ് സച്ചസ് സിങ്ക്, ടിൻ എക്സെട്ര എന്ത് പറ്റും, സോറി തിരിഞ്ഞു പോയി അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റേ ഈ പറഞ്ഞ കാർബണിൻ്റെ കൂടെ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നോക്കി, കാർബൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓക്സിജനുമായി റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ സിങ്കിന് കാർബണും ഇരിക്കുമ്പോൾ
കാർബണിൻ്റെ കൂടെ പോകാനായിരിക്കും ഓക്സിജന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കാർബണുമായിട്ട് പോയി കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും, സിങ്ക് മെറ്റൽ എക്സ്ട്രാക്റ്റ് ആവും. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള കോക്കിനെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് മോഡറേറ്റ്ലി റിയാക്റ്റീവ് മെറ്റൽ സച്ചസ് അയൺ, സിങ്ക് ആൻഡ് ടിൻ ഫ്രം ദെയർ ഓക്സൈഡ്സ്. കാരണം കാർബൺ ഹാസ് എ higher tendency to react with oxygen at high temperature, so oxygen is easily removed from the ore. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം ഒക്കെ ആണെങ്കിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എക്സ്ട്രാക്ഷൻ്റെ 2 മെത്തേഡുകളും വളരെ വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കണം. ഇതുപോലൊരു ടേബിൾ തന്നിട്ട് എഴുതാൻ നിങ്ങൾക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ടിവിറ്റി സീരീസ് തന്നിട്ട് എങ്ങനെയാണെന്നുള്ളതും ചോദിക്കും, എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെറ്റൽ കിട്ടാനായിട്ടുള്ള അവസാന മെത്തേഡ് റിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിഫൈൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എർത്തിലെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ മാറ്റി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്ത ഇമ്പ്യൂരിറ്റീസ് കാണും. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഫൈനിങ് എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് മെറ്റൽ എന്ന് വെച്ചിട്ടാണ് റിഫൈനിങ് മെത്തേഡ്സ് നമ്മൾ എടുക്കുന്നത്? എന്തൊക്കെയുണ്ട്? നമ്മൾ ലിക്വേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻ ഉണ്ട്, പിന്നെ വരുന്നതാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങും ഉണ്ട്. 3 മെത്തേഡിലൂടെയാണ് നമ്മളപ്പോൾ റിഫൈനിങ് ചെയ്യുന്നത്. ലിക്വേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽ ആണെങ്കിൽ ലിക്വിഡാക്കി മാറ്റും. ഇനി ലോ വേപ്പർ പോയിൻ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ വേപ്പർ ആകാനുള്ളത് എന്തുണ്ടല്ലോ, നമ്മൾ എന്താ പറയുന്നത്, ബോയിലിംഗ് പോയിൻ്റ്. അതിപ്പോൾ ലോ ബോയിലിംഗ് പോയിൻ്റ് ആണുള്ളതെങ്കിൽ അവരെ നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി മാറ്റും. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് വഴിയും മാറ്റും. നമ്മൾ ലിക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചരിഞ്ഞൊരു പ്രതലത്തിൽ നമ്മളിവിടെ ചൂടാക്കും, എന്നിട്ട് നമ്മൾ മെറ്റലിനെയും ഇമ്പ്യൂരിറ്റിയും കൂടി വയ്ക്കുമ്പോൾ മെറ്റലിൻ്റെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ എന്ത് പറ്റും? അത് പെട്ടെന്ന് ഒലിച്ച് വരും. അങ്ങനെ ഒലിച്ച് വരുമ്പോഴത്തേക്കും ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇരിക്കും. സോ ഇമ്പ്യൂരിറ്റിയെ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. സോ വെൻ മെറ്റൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിൻറ്റും കണ്ടെയ്ൻ ഇമ്പ്യൂരിറ്റി വിത്ത് ഹയർ മെൽറ്റിംഗ് പോയിൻറ്റ്, ദ മെറ്റൽ ഈസ് ഹീറ്റഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് ദ ഫർണസ്. പ്യുവർ മെറ്റൽ സെപ്പറേറ്റ് ഫ്രം ദ ഇമ്പ്യൂരിറ്റി മെൽറ്റ് ഫ്ലോസ് ഡൗൺ ആൻഡ് ഈസ് കളക്റ്റഡ്. ഇതിനെയാണ് നമ്മൾ ലിക്വേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ടിന്നും ലെഡിനെയാണ് നമ്മളിങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ലിക്വേഷൻ വഴി മാറ്റുന്നത് ടിന്ന്, ലെഡ്. അപ്പോൾ കണ്ടല്ലോ, ഈ ഓരോ മെത്തേഡുകളും നമ്മൾ കുറേ പഠിച്ചു. അപ്പോൾ ഓരോ മെത്തേഡിൻ്റെ എക്സാമ്പിൾസ് പ്രത്യേകം നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി വെച്ച് പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളവർ, അതായത് പെട്ടെന്ന് വേപ്പറായിട്ട് മാറുന്നവരെയാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു കണ്ടെയ്നർ എടുത്തിട്ട് ഒരു ബീക്കർ എടുത്തിട്ട് ഇവർ രണ്ടുപേരെയും വയ്ക്കും, എന്നിട്ട് നമ്മൾ ചൂടാക്കും. ഇവർക്ക് ലോ ബോയിലിംഗ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ട മെറ്റലുണ്ടല്ലോ, മെറ്റൽ പെട്ടെന്ന് വേപ്പറായിട്ട് മാറും. നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഒരു ബോയിലെടുത്ത് തണുപ്പിച്ചിട്ട് താഴേക്ക് മറ്റൊരു ഇതിൽ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. സോ വെൻ ദ മെറ്റൽ കണ്ടെയ്നിങ് ദ ഇമ്പ്യൂരിറ്റീസ് ഈസ് ഹീറ്റഡ് വിത്ത് സ്യൂട്ടബിൾ കണ്ടീഷൻ, ഓൺലി ദ പ്യുവർ മെറ്റൽ വേപ്പറൈസസ്. വെൻ ദ വേപ്പർ കണ്ടൻസസ്, പ്യുവർ മെറ്റൽ ഈസ് ഒബ്റ്റെയിൻഡ്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കൂറിയാണ് നമ്മൾ ഈ രീതിക്ക് മാറ്റുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇതൊന്നുമില്ല, നിങ്ങൾ കഴിഞ്ഞ ഇലക്ട്രോപ്ലേറ്റിംഗ് പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെ. നമ്മളൊരു ബീക്കർ എടുക്കും, ഇംപ്യുവർ ആയിട്ടുള്ള ആൾ നമ്മൾ എന്തായിട്ട് എടുക്കും? ആനോഡായിട്ട് എടുക്കും. പ്യുവർ ആയിട്ടുള്ള ആൾ നമ്മൾ എന്തായിട്ട് എടുക്കും? കാഥോഡായിട്ട് എടുക്കും. ഇതിലോട്ട് നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുക്കും. എന്ത് പറ്റും? ഈ പറയുന്ന ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡിൽ മെറ്റൽ ഓക്സിഡൈസ് ആവും അല്ലേ? എന്താണ് Mn++ N ഇലക്ട്രോൺ ആയിട്ട് മാറും. എന്നിട്ട് ഈ N ഇലക്ട്രോൺ ഇവിടെ നിൽക്കും, ഈ Mn+ സൊല്യൂഷനിലോട്ട് വരും. സൊല്യൂഷനിൽ അപ്പോൾ ഇത് അക്യൂസ് ആയിട്ട് മാറും. മെറ്റൽ എന്ന് പറയുന്നത് സോളിഡ് ആണ്. അടുത്ത് എന്ത് പറ്റും? ഈ Mn+ ഉണ്ടല്ലോ, സൊല്യൂഷനകത്തുള്ള Mn+ അക്യൂസ്, ഇതെന്ത് പറ്റും? ഇതാ ഇവിടെ വന്നിട്ട് ഇവിടെ നെഗറ്റീവ് ടെർമിനൽ കാഥോഡിൽ വെച്ചിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മെറ്റലായിട്ട് മാറും, സോളിഡ് മെറ്റലായിട്ട് മാറും. ആ മെറ്റൽ ഇവിടെ വന്ന് അക്യൂമുലേറ്റും ചെയ്യും. കണ്ടോ? അപ്പോൾ ആനോഡിൽ മെറ്റൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി, കാഥോഡിൽ സൊല്യൂഷനിൽ കിടക്കുന്ന അയോൺസ് മെറ്റലിനെ വാങ്ങിച്ച് സോളിഡ് മെറ്റലായിട്ട് മാറും. ഓക്കെ, കോപ്പർ, സിങ്ക് നമ്മൾ ഈ രീതിയിലാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് തൽക്കാലം പരീക്ഷയ്ക്ക് ഇവിടെ വരെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ തൊട്ടുള്ളത് അടുത്ത ടൈമിലായിരിക്കും. ഇനി നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ ചാപ്റ്ററിൻ്റെ ഏതാണ്ട് ഫുൾ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് പ്ലേലിസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഒരു ടോപ്പിക്ക് വരെ മാക്സിമം പരീക്ഷയ്ക്ക് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.